Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം ഒരു ട്രഡീഷണൽ സ്വീറ്റായ ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ചീകിയ ശർക്കരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പം അതിലൊരു 1/2 ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും 1/2 ടീസ്പൂൺ നെയ്യും ചേർക്കുക. അതിനുശേഷം 1 കപ്പ് തേങ്ങ, ചിരവിയ തേങ്ങയും കൂടി ഇട്ട് നന്നായി ഇളക്കി നമുക്ക് ആ തേങ്ങയെ ആ ശർക്കര പാനിയിൽ വേവിച്ച് വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് മാവാക്കി മാറ്റണം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുക. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഈ ഒരു മാവിൻ്റെ അളവ് കൊണ്ട് നമുക്കൊരു 6 അടയുണ്ടാക്കാം. ഒരു 6 ബോളാക്കി ഇത് അടച്ചു വയ്ക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇല എടുത്തിട്ട് അതിലൊരു ഇത്തിരി നെയ്യ് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ബോൾ എടുത്ത് അവിടെ വയ്ക്കുക. എന്നിട്ട് അതിനെ പരത്തി കൊടുക്കണം. അപ്പോൾ 2 വിധത്തിൽ ഇത് പരത്താം. ആദ്യത്തെ മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. വിരൽ കൊണ്ട് ഇതുപോലെ പരത്തുക. അപ്പോൾ ഇടയിലൊന്ന് ഒട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു പകുതിയിൽ തേങ്ങാ ശർക്കര മിക്സ്ചർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാവ് വന്നിട്ട് ഈ സൈഡിലുള്ള മാവ്, മുകളിലുള്ള മാവ് താഴെയുള്ള മാവിൻ്റെ അവിടെ ഒട്ടിയിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇലേനെ സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നല്ല വെന്ത് കിട്ടുക. ഇനി അടുത്ത മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇലയിൽ അത് വെച്ചിട്ട് ഉള്ളം കൈയിൻ്റെ ആ താഴ്ഭാഗം വെച്ചിട്ട് പരത്തി കൊടുക്കുക. അപ്പോഴും ഇതേപോലെ ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ കുത്തിയതിന് ശേഷം പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ബാക്കി നേരത്തെ ചെയ്ത പോലെ റിപ്പീറ്റ് ചെയ്യുക. തേങ്ങ ശർക്കര മിക്സ് അതിൽ വെച്ചു. എന്നിട്ട് ഇല മടക്കിയിട്ട് അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ജെൻറ്റിലായിട്ട് വിരൽ കൊണ്ട് അമർത്തുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം കറക്റ്റായിട്ട് ഇതിപ്പോൾ സീലായാതെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇവിടെ നമ്മുടെ എല്ലാ ഇലയടകളും റെഡി ആയിട്ടുണ്ട്. ഇതിനി കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം ഞാനൊരു ഇഡ്ഡലി തട്ടിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. അപ്പം ഏകദേശം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്താൽ മതി. ഇപ്പോൾ ഇഡ്ഡലി തട്ടായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ 2 തട്ടായിട്ട് വെച്ചിട്ട് ഒരുമിച്ച് ആ 6 അടകളും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ആ ഇലയിൽ ആവി കയറി ആ ഒരു മണവും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ഇലയട തീർച്ചയായും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അറിയാം അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ നല്ല ഒരു ചൂട് ചായയാണ്. അപ്പോൾ നമുക്കും ഒരു നല്ല അടിപൊളി ചൂട് ചായയോടൊപ്പം തന്നെ ഈ അട ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊന്ന് മുറിച്ച് നോക്കണ്ടേ? നിങ്ങൾക്ക് എന്തായാലും അതിനകം എങ്ങനെ വന്നിട്ടുണ്ടെന്ന് കാണേണ്ടി വരില്ലേ? അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അട ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കുമല്ല, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾ പരത്തുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.